ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് ചിക്കൻ തോരൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞങ്ങൾക്കറിയാം എന്നുള്ളതായിരിക്കും. നമ്മുടെ നാടൻ ചിക്കൻ തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചിലപ്പോഴൊക്കെ ഒരു താല്പര്യം തോന്നുമ്പോൾ ഞാൻ എങ്ങനെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കും എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കുറച്ച് സമയം കൊടുത്തൊന്ന് കേൾക്കണം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു, കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കുന്നു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു, നിറയെ കറിവേപ്പിലിടുന്നു. ദെൻ നമ്മുടെ പൊടികൾ ഓരോന്നായിട്ടിടുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ, ഈസി. നന്നായിട്ട് ഇതേപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ മിൻസ്ഡ് നമ്മുടെ കിച്ചണിലുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അത് വെച്ചിട്ട്. ചിക്കൻ അട ഉണ്ടാക്കാം, ഇതേപോലെ തോരൻ വെക്കാം. നമുക്ക് പലരും പറയും ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളില്ലാന്ന്. അതെന്താ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ദോശയുടെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ തോരൻ കഴിക്കാം, നിങ്ങൾക്ക് നല്ല വെയിറ്റ് റിഡക്ഷൻ കിട്ടും, ലഞ്ചായിട്ട് എടുക്കാം. എന്താ അതിനൊരു പ്രശ്നം? വളരെ കുറഞ്ഞ ഓയിലിൽ കുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് കുക്ക് ചെയ്ത് നോക്കൂ. ഇപ്പം ഇതിൻ്റെ ടേസ്റ്റിന് എന്താണ് ഒരു കുറവ്? എന്താണ് ഈ ഒരു ചിക്കൻ തോരൻ്റെ പ്രശ്നം? നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും. വെറുതെ പറയല്ല, ഹൈ പ്രോട്ടീൻ ഫുഡ് തന്നെയാണ്. ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അത്ര മാത്രമേ ഉള്ളൂ. സോ സിമ്പിളായിട്ട് ഇതേപോലെ ചിക്കൻ തോരൻ ഉണ്ടാക്കി കഴിക്കും. മുഴുവൻ പറഞ്ഞില്ലല്ലോ. മസാല ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കുക, അതിനുശേഷം ഇതേപോലെ മിൻസ്ഡ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ, ഈസി ആൻഡ് നന്നായിട്ട് വഴറ്റിയിട്ട് അടച്ച് വയ്ക്കുക. ചിക്കൻ തോരൻ എന്ന് മിൻസ്ഡ് ചിക്കൻ എന്ന് പറയുന്നതിന് മുട്ടയുടെ അത്ര വേവേ ഉണ്ടായിരിക്കുള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടും. സോ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചിക്കൻ തോരൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ദോശയുടെ കൂടെ ലഞ്ചിന് എടുക്കാം. ഇനി ചിക്കൻ തോരൻ മാത്രമായിട്ട് നമുക്ക് ഡിന്നറായിട്ടും എടുക്കാം. സോ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ലവ് യു, ബൈ.